പിന്നെ ഭരിക്കേണ്ട പ്രശ്നമാണോ അല്ല പിന്നെ നമ്മൾ ആശംസിക്കേണ്ട പ്രശ്നമാണോ? ചെയ്തത് തന്നെ ഇവിടെ ഇതുവരെ ചെയ്യാൻ ആർക്കും കഴിയാത്ത അത്തമൂല്യാരുണ്ടായാലും അസംബ്ലിയാർ പ്രശംസിക്കാൻ. പക്ഷെ അത്തമൂല്യാരുടെ കാലത്ത് വരെ വഹാബിനെ നേരം വിളിക്കുന്നവരെ കുത്തിരിപ്പിച്ചിട്ട് മത്സരിക്കാൻ കഴിയാത്തത് കൊട്ടപ്പുറത്തെ വയലിൽ വെച്ച് അത്തമുസ്ലിയാരുടെ ആത്മാവിന്റെ സാന്നിധ്യം വെച്ചുകൊണ്ട് അത് കഴിഞ്ഞു ഉണ്ടോ? അത്തമൂല്യ അതുവരെ ഒറ്റ കോതക്കും കേരളത്തിൽ കഴിഞ്ഞില്ല. ഏപ്പിക്കാണ് അത് കഴിഞ്ഞ് കൊട്ടപ്പുറത്തെ വായിൽ വെച്ചിട്ട് സുബയ്യങ്ങാക്കിക്കാൻ. സലാത്ത് ചെല്ലി തുടങ്ങരുത്, ദ്വാരന്ന് തുടങ്ങരുത്, സലാത്ത് ചെല്ലി പിരിയരുത്. ഞാനാണ് ആ വ്യവസ്ഥയിൽ ഒപ്പിട്ടാള്. കണ്ണനം തുടങ്ങുമ്പോൾ ദ്വാരന്ന് തുടങ്ങരുത്, പിരിച്ചുവിടുമ്പോ 3 സലാത്തിൽ പിരിയരുത് എന്ന് വ്യവസ്ഥ ചെയ്ത ആ ഒപ്പിട്ടത് ഞാനാണ്, ഒന്നാമത്തെ ഒപ്പ്. അങ്ങനെ വ്യവസ്ഥ ചെയ്ത കണ്ണന പ്രസംഗത്തിന് 3-ാമത്തെ ദിവസം എ.പി. അബ്ദുൽ ഖാദിർ മൗലവി പറയാണ്, നിങ്ങൾ കുറച്ച് സലാത്തിന്റെ നോക്കി എന്നിട്ട് എന്തെങ്കിലും ഒരു പൂ കഴിക്കുന്നു. സലാത്ത് ചൊല്ലി സലാത്തോട് സലാത്ത് അവസാനം പറയുന്നു, ഈ കുടുക്കം മൈതി മുട്ടിയാജി അള്ളാഹുദ്ദേശത്തിന്റെ കബർ സ്വർഗത്തോപ്പാക്കുമാറാകട്ടെ. വയസ്സായ ആ മനുഷ്യൻ ഞങ്ങൾ 20 ആള്, 10 വഹാബിയും 10 സുന്നിയും, അദ്ദേഹം അതിന്റെ അധ്യക്ഷനുമായി കൂടിയിരുന്നിട്ട് പറഞ്ഞ് അസംബ്ലിയാർക്ക് ഒരു പാർട്ടിയോധി ദ്വാരന്ന് ഞങ്ങൾ ഈ സംഭവം തുടങ്ങട്ടെ. വഹാബിൽ പറഞ്ഞ് പറ്റൂല. അപ്പൊ ഞങ്ങൾ പാർട്ടിയോധിയായി 20 പാർട്ടിയായി 10-11 പാർട്ടിയെ കിട്ടും. ഒന്ന് കുടുക്കം മൈതിയിലായാലും ഞങ്ങളെ 10, അങ്ങനെ 11 പാർട്ടിയെ കിട്ടും. അങ്ങനത്തെ അടുത്ത് സഹോദരന്മാര്, സുഹൃത്തുക്കളെ, എത്ര പാർട്ടിയോധി ലക്ഷക്കണക്കായ ആളുകളെ കൊണ്ട് അബ്ദുൽ ഖാദറിന്റെ നിർദ്ദേശം അനുസരിച്ച് പറഞ്ഞ് അത്തമൂല്യാർക്ക് ഒരു പാർട്ടിയോധി ദ്വാരം നോക്കി ഞങ്ങൾ രക്ഷപ്പെടട്ടെ. പാർട്ടിയോധിച്ച് എന്നിട്ട് നേരം വെളുത്ത് നേരെ 3 മണിക്കൂർ കാച്ചി അലൈസല്ലാഹുദി കാഫിൻ അബദ, അലൈസല്ലാഹുദി കാഫിൻ അബദ, അടിമക്ക് അല്ല പോലെ. അവസാനം നോക്കുമ്പോ അല്ല പോലെ വണ്ടിയർമാരും വേണം, പോലീസുകാരും വേണം. എന്നിട്ട് കൈ ഇങ്ങനെ പോലീസുകാർ കോത്ത് പിടിച്ചിട്ട് അതിന്റെ ഇടയിൽ കൂടി ഇറങ്ങിപ്പോകും. ഇങ്ങനെ ബർക്കാണ്. എന്റെ ജീവൻ നിങ്ങളെ കയ്യിലാണ്, എന്റെ ജീവൻ നിങ്ങളെ കയ്യിലാണ് ഒരുത്തം പറയാ. അപ്പൊ നമ്മുടെ വണ്ടി ഒരൊറ്റ ഇടി കൊടുത്തിട്ട് ചോദിച്ചു, എന്താടാ പറയുന്നത്? അലീസല്ലാഹു കാഫിൻ അബദ. ഒരൊറ്റ കുത്തിട്ട് മിണ്ടാൻ പറ്റുമോ? മിണ്ടാൻ പറ്റിയില്ല. അങ്ങനെ പോലീസുകാർ കോർത്ത് പിടിച്ച കൈയിന്റെ ഇടയിലൂടെ പോലീസ് മതി അല്ല വേണ്ട എന്ന് പറഞ്ഞിട്ട് കാക്കാന്റെ പന്തി തട്ടും പോലെ വേക്ക് തുറന്നു വെച്ച പോലീസ് വേണ്ട ഉള്ളിൽ തണ്ടി കയറ്റി കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷം വഹാബികൾക്കുണ്ടാക്കാൻ ഈ കേരളത്തിൽ ഒരു പണ്ഡിതനും സാധിച്ചില്ല. അത് സാധിച്ചത് കാന്തപുരത്തിനാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കാന്തപുരത്തെ പിന്തുണക്കുന്നത്. സഹോദരന്മാര്, ഈ ആദരിച്ച തീവ്രതയിൽ നിന്ന് കാന്തപുരം പുറകോട്ട് പോയാൽ ഞങ്ങളും പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഞാനിനി കൂടുതൽ പറയുന്നില്ല. എനിക്കും വഫാത്തായതിനും നാളെ രാവിലെ കൊല്ലത്തെ കൊണ്ട് 11:30 വണ്ടിക്ക് ഞങ്ങൾക്ക് പോകണം. അതിനനുസരിച്ച് വഫന്റെ പ്രസംഗം തീർത്തുകൊണ്ട് ഞങ്ങൾക്ക് പോകേണ്ടതുകൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമായിൽ നടന്ന ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് നീണ്ട പ്രസംഗത്തിന് വേണ്ടി സർവ്വ കരുക്കളോടുകൂടി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് സർവ്വം രേഖ ഉദ്ധരിച്ച് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറെടുത്തിരിക്കുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഏൽപ്പിച്ച തൽക്കാലം ഞാൻ അവസാനിപ്പിക്കട്ടെ. അർഹമുർറാഹിമീനായ തമ്പുരാനെ, സത്യം സത്യമായി മനസ്സിലാക്കിയതിന് ഉൾക്കൊള്ളാനും അസത്യത്തെ അസത്യമായി മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതത്തിന്റെ നാനാ തുറയിൽ നിന്ന് അതിനെ വിടിയാനുമുള്ള സന്മനസ്സും ശാരതയും ഞങ്ങൾക്ക് നീ നൽകണമേ തമ്പുരാനെ. ഞങ്ങളുടെ ബന്ധുമിത്രാനെയും സത്യത്തിന്റെ വാക്കിതാക്കളാക്കണേ തമ്പുരാനെ. ഹക്കിന്റെ അഹ്ലിയാരെ നീ യോജിപ്പിക്കണേ റഹ്മാനെ. ഹക്കിന്റെ അഹ്ലിയാർക്കിൽ സൗഹാർദ്ദവും സ്നേഹവും ഐക്യവും കെട്ടുറപ്പും ഭദ്രതയും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഹക്കിന്റെ അഹ്ലിയാർക്ക് നീ ശക്തി പകർന്നു നൽകണേ തമ്പുരാനെ. ഹക്കിന്റെ അഹ്ലിയാരെ സർവസ്ഥലത്തും നീ വിജയിപ്പിക്കണേ റഹ്മാനെ. ബാത്തിലിനെയും ബാത്തിൽ അഹ്ലിയാരെ നീ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. ബാത്തിൽ അഹ്ലിയാരെ നീ ചിദ്രിപ്പിക്കണേ റഹ്മാനെ. ഭിന്നിപ്പിക്കണേ രക്ഷിതാവ്. ബാത്തിൽ അഹ്ലിയാരെ നീ എല്ലാ രംഗത്തും പരാജയപ്പെടുത്തണേ തമ്പുരാനെ. ബാത്തിൽ അഹ്ലിയാരെ ഹക്കിന്റെ അഹ്ലിയാർക്ക് വേണ്ടി കുഴിക്കുന്ന സർവ്വ കുഴികളിലും ആ ബാത്തിൽ അഹ്ലിയാരെ തന്നെ നീ വീഴ്ത്തണേ തമ്പുരാനെ. ബാത്തിൽ അഹ്ലിയാരെ ഹക്കിന്റെ അഹ്ലിയാർക്ക് വേണ്ടി ഒരുക്കുന്ന സർവ്വ കെണി വലകളിലും ആ ബാത്തിൽ അഹ്ലിയാരെ നീ കൊടുക്കണേ തമ്പുരാനെ. ബാത്തിൽ അഹ്ലിയാരെ ഹക്കിന്റെ അഹ്ലിയാർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സർവ്വ കുതന്ത്രങ്ങളും ആ ബാത്തിൽ അഹ്ലിയാരെ നെഞ്ചിലേക്ക് നീ മടക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഇവിടെ ദീനിനെ എതിർത്തുകൊണ്ട് ദീന്റെ സ്ഥാപനങ്ങൾ എതിർത്ത് മദ്രസയും ദുർസും പൂട്ടിച്ച് പണ്ഡിതന്മാരെ അവഹേളിച്ച് നടക്കുന്നതാരോ അവരെ നീ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. ഈ വിധത്തിൽ പണ്ഡിതന്മാർക്കെതിരിൽ അവരെതിൽ കൊലക്കത്തി ഉയർത്താനും സ്ഥാപനങ്ങൾ നശിപ്പിക്കാനും ഇവർക്ക് പ്രചോദനം അവരുടെ സംഘടനാ ശക്തിയാണെങ്കിൽ ആ സംഘടനാ ശക്തി നീ തകർക്കണേ തമ്പുരാനെ, തളർക്കണേ തമ്പുരാനെ, തരിപ്പണമാക്കണേ തമ്പുരാനെ. അവരുടെ സാമ്പത്തിക ശേഷിയാണ് ഇതിന് പ്രചോദകമെങ്കിൽ അവരുടെ സാമ്പത്തിക ശേഷി നീ ഹനിക്കണേ തമ്പുരാനെ. ആ സാമ്പത്തിക ശേഷി നീ നശിപ്പിക്കണേ തമ്പുരാനെ. ഹക്കിന്റെ അഹ്ലിയാരെ നീ എല്ലാ രംഗത്തും വിജയിപ്പിക്കണേ തമ്പുരാനെ. ബാത്തിൽ അഹ്ലിയാരെ സർവ്വത്തിൽ നിന്നും ഹക്കിന്റെ അഹ്ലിയാരെ നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. അവിടെ സ്ഥാപനവും നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ.
ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി